ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലുള്ള ഫങ്ഷൻസിനെ പറ്റിയാണ് അല്ലേ. സോ നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു? മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് പഠിച്ചു, ഡേറ്റ് ഫങ്ഷൻസ് പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ഫങ്ഷൻസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സലിലുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫംഗ്ഷൻ അഥവാ സ്ട്രിംഗ് ബേസ്ഡ് ഫംഗ്ഷൻസ് എന്നും വിളിക്കും. അത്തരം ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലെഫ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷനാണ്. ലെഫ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റിൽ നിന്നും നിശ്ചിത ക്യാരക്ടേഴ്സ് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, ലെഫ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ടെക്സ്റ്റ് ഫംഗ്ഷനാണ് റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എക്സലിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ റൈറ്റിൽ നിന്നും നിശ്ചിത ക്യാരക്ടേഴ്സ് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, റൈറ്റ്. നെക്സ്റ്റ് ഏതായിരുന്നു, കോൺകാറ്റനേറ്റ്. എക്സലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് വിവിധ സെല്ലുകളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകൾ മെർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, കോൺകാറ്റനേറ്റ്. ഓക്കെ, അടുത്തൊരു ടെക്സ്റ്റ് ഫംഗ്ഷനാണ് ലെൻ. എക്സൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ലെൻ. ദെൻ അടുത്തൊരു ടെക്സ്റ്റ് ഫംഗ്ഷനാണ് ലോവർ. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണെന്ത്, ലോവർ. അപ്പോൾ അപ്പർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണെന്ത്, അപ്പർ. നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ഫംഗ്ഷനാണ് പ്രോപ്പർ. അപ്പോൾ പ്രോപ്പർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ലെറ്റർ ഒരു ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും പിന്നീട് വരുന്നത് സ്മോൾ ലെറ്ററും ആയി കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മളെന്ത് പറയാം, പ്രോപ്പർ എന്ന് പറയാം. നെക്സ്റ്റ് ട്രിം. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റിനെ ട്രിം ചെയ്യാനായിട്ട്, ഓക്കെ, ചുരുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, ട്രിം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 8 ടെക്സ്റ്റ് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും 1 by 1 ആയിട്ട് ചെയ്തിട്ട് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ ഒരു സെല്ലിൽ J3 എന്ന് പറയുന്ന സെല്ലിൽ ഞാൻ ശ്രീരാഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശ്രീരാഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റിൻ്റെ ശ്രീ മാത്രം എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടണം. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നും ശ്രീ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തത് മാത്രം എനിക്ക് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ സീക്വൽ ടു ലെഫ്റ്റ് ആണ്. സീക്വൽ ടു ലെഫ്റ്റ് ഉപയോഗിച്ചാലാണ് എനിക്ക് ശ്രീരാഗ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ ശ്രീ മാത്രമേ എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടുള്ളൂ. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലെഫ്റ്റ്. ഞാൻ എന്ത് ചെയ്തു, സീക്വൽ ടു ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇനി കോമ, ആദ്യത്തെ പാരാമീറ്റർ ടെക്സ്റ്റ് ആണ്, രണ്ടാമത്തെ പാരാമീറ്റർ പോകാൻ നമ്മൾ കോമ ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ പാരാമീറ്റർ എന്താ, നമ്പർ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ. നമ്പർ ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശ്രീരാഗ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റിൽ എത്ര ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടേണ്ടത്. ശ്രീ എന്ന് പറയുന്ന ആ ലെറ്റേഴ്സ് ആണ് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ശ്രീ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിന് എത്ര നമ്പർ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഉണ്ട്, S1, R2, E3, മറ്റൊരു E4. അപ്പോൾ നമ്മൾ നമ്പർ ക്യാരക്ടർ എന്നുള്ളടത്ത് 4 എന്ന് കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ എന്ത് കിട്ടും, ശ്രീ എന്ന് കിട്ടും. ഓക്കെ, നോക്കിയേ, ശ്രീ എന്ന് എനിക്ക് കിട്ടി. ഇനി ഞാൻ 4ൻ്റെ പകരം, ഇവിടെ 4 കൊടുക്കുന്നതിന് പകരം 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 6 കൂടി വരും. നോക്കിയേ, SREE കഴിഞ്ഞിട്ട് ഒരു R എന്ന് പറയുന്ന ആൽഫബറ്റിക്കൽ ലെറ്ററും കൂടി വന്നു. അപ്പോൾ 4 കൊടുത്താൽ എന്താണ്, 4 ലെറ്റേഴ്സ് എന്ത് ചെയ്യും, എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് തരും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ ശ്രീരാഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ RAG രാഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് മാത്രമാണ് എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ, അപ്പോൾ ഞാനിനി ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് എന്ത്, റൈറ്റ്. ഒരു ടെക്സ്റ്റിൻ്റെ റൈറ്റിൽ നിന്നും നിശ്ചിത ക്യാരക്ടേഴ്സ് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, റൈറ്റ്. ഇസ് ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനും
ലെഫ്റ്റിൻ്റെ അതേ പാരാമീറ്റേഴ്സ് ആണ് റൈറ്റിനുള്ളത്. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. J3 എന്ന് പറയുന്ന സെല്ലാണ് ടെക്സ്റ്റ് ഉള്ളത്, ഞാൻ സെലക്ട് ചെയ്തു. കോമട്ട് എടുത്തു. അടുത്ത പാരാമീറ്റർ ഏതാ? നമ്പർ ക്യാരക്ടേഴ്സ്. ഇനി എത്ര റൈറ്റിൽ നിന്നും എത്ര ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്? ഇപ്പോൾ GAR 3 ലെറ്റേഴ്സ് ആണുള്ളത് അല്ലേ രാഗന്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? രാഗെന്ന് കിട്ടും. ഇനി നേരെ മറിച്ച് ഞാൻ 3 പകരം 4 എന്നാണ് കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എന്ന് പറയുന്ന ലെറ്ററും കൂടി ഉൾപ്പെട്ട ഡാറ്റ കിട്ടും. നോക്കിയേ, ERAG എന്ന് കിട്ടും. എനിക്ക് രാഗെന്ന് മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ ഞാനിവിടെ നമ്പർ ക്യാരക്ടർ എന്നുള്ളിടത്ത് 3 എന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രാഗെന്ന് എനിക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ നമ്മളിപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷനും പരിചയപ്പെട്ടു, റൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷനും പരിചയപ്പെട്ടു. ഇനി അടുത്ത ഏതാണ്? കോൺകാറ്റനേറ്റ് ആണ് അല്ലേ. എന്തിനാണ് കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടെക്സ്റ്റ് സ്ട്രിങ്ങുകൾ, 2 ടെക്സ്റ്റ് ഡാറ്റകൾ മെർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണത് കോൺകാറ്റനേറ്റ്. ഇവിടെ നോക്കിയ മോളിൽ ശ്രീ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, രാഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. ഇത് രണ്ടും ഒരുമിപ്പിച്ചിട്ട് ശ്രീരാഗ് എന്ന് പറയുന്നിട്ട് ഒരൊറ്റ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണെന്ത്? കോൺകാറ്റനേറ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു കോൺകാറ്റനേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ആദ്യത്തെ പാരാമീറ്റർ ടെക്സ്റ്റ് 1 ആണ്. ഞാനിപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. രണ്ടാമത്തെ പാരാമീറ്റർ ടെക്സ്റ്റ് 2 ആണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പാരാമീറ്റർ കൊടുത്തു, ടെക്സ്റ്റ് 2 സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്ത് തരും? മെർജ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ മെർജ് ചെയ്യാനായിട്ട്, ടെക്സ്റ്റ് സ്ട്രിങ്ങുകൾ മെർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണെന്ത്? കോൺകാറ്റനേറ്റ്. ഇനി കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് പകരം നമുക്ക് കീബോർഡിൽ ആൻഡിൻ്റെ സിമ്പിൾ, ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് സ്ട്രിങ്ങുകൾ, 2 വിവിധ തരത്തിലുള്ള ടെക്സ്റ്റ് സ്ട്രിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡിൻ്റെ സിമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെർജ് ചെയ്യലെന്ന് വെച്ചാൽ സീക്വൽ ടു എന്ന് കൊടുക്കുക, ആദ്യത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ആൻഡിൻ്റെ സിമ്പിൾ കൊടുക്കുക, രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നോക്കിയേ മെർജ് ചെയ്തിട്ട് ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട് കോൺകാറ്റനേറ്റ് ഉപയോഗിച്ചപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത് അതേപോലെ റിസൾട്ട് എനിക്ക് എന്ത് കിട്ടി? ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചപ്പോഴും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ലെന്ന്. ലെന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണത് ലെന്ന്. ഇപ്പോൾ ഞാൻ മുകളിൽ ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 1 2 3 4 5 6 7. അപ്പോൾ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ശ്രീരാഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലെന്നിൻ്റെ അവിടെ റിസൾട്ട് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. സോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ലെന്ന്. ഞാൻ ലെൻ ഉപയോഗിക്കുന്നു, സീക്വൽ ടു ലെന്ന് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ശ്രീരാഗ് എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിച്ച് എനിക്ക് എന്ത് കിട്ടും? 7 എന്ന റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ഒരു സെല്ലിൽ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലെന്ന് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? റിസൾട്ട് 5 എന്ന് കിട്ടും. ഞാൻ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. നോക്കിയേ എനിക്ക് എന്ത് കിട്ടി? 5 എന്ന് റിസൾട്ട് കിട്ടി. ഇവിടെ 5 എന്ന് റിസൾട്ട് കിട്ടാനുള്ള കാരണം എന്താ? എക്സലിന് 5 ലെറ്റേഴ്സാണ് ഉള്ളത്. E1, X2, C3, E4, L5. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സ്പേസിനെയും ലെറ്റേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ ഞാൻ അധികം ഒരു സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെന്ന് 5 ഉള്ളത് എന്തായി മാറും? 6 ആയി മാറും. അപ്പോൾ എന്താണ് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ സ്പേസിനെയും ലെറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ആ സ്പേസ് റിമൂവ് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് എൻ്റർ കീ അടിച്ചാൽ ആ 6 എന്താവും? 5 ആവും. ഞാൻ 2 സ്പേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ 5 ഉള്ളത് എന്താവും? 7 ആവും. ഓക്കെ, ഒരു സ്പേസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ 7 എന്താവും? 6 ആവും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ പഠിക്കാം. അടുത്ത ഫംഗ്ഷൻ ഏതാണ്? ലോവർ ആണ് അല്ലേ. എന്തിനാ ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ലോവർ. ഞാൻ എന്ത് ചെയ്തു? എക്സൽ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തു. ഈ എക്സൽ എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയെ മുഴുവൻ സ്മോൾ ലെറ്ററിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ലോവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു ലോവർ എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ച് നോക്കിയത് മൊത്തം എന്തായി? സ്മോൾ ലെറ്ററിലേക്കായി.
ഇനി അടുത്തതാണ് അപ്പർ. അപ്പർ എന്തിനായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു അപ്പർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? മുകളിൽ എക്സൽ എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചാൽ എക്സൽ എന്ന് എന്ത് വരും? ക്യാപിറ്റൽ ലെറ്റർ വരും. ഓക്കെ. ഇനി അടുത്തത് പ്രോപ്പർ. പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും പിന്നീട് വരുന്നത് സ്മോൾ ലെറ്ററിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോപ്പർ. അപ്പോൾ ഞാൻ സീക്വൽ ടു പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എക്സൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഞാൻ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ കീ അടിച്ചാൽ എന്താ സംഭവിച്ചു നോക്കിയേ? എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും പിന്നീട് വരുന്നത് സ്മോൾ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നു. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? പ്രോപ്പർ. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫംഗ്ഷനാണ് ട്രിം. ട്രിം എന്തിനാണെന്ന് വെച്ചാൽ അനാവശ്യമായി നമ്മൾ കൊടുത്തിട്ടുള്ള സ്പേസുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്? ട്രിം. ഇവിടെ നോക്കിയേ, എക്സൽ എന്ന് പറയുന്ന ഈ ടൈപ്പ് ചെയ്ത ഡാറ്റയിൽ ഞാൻ അനാവശ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിം എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്പേസ് ഒഴിവാക്കിയിട്ട് എക്സൽ എന്ന് എനിക്ക് എന്ത് ചെയ്തു തരും? ഡാറ്റ എനിക്ക് തരും. അതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത്? ഈ ഒരു ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ ഞാൻ ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സീക്വൽ ടു ട്രിം എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു M7 എന്ന് പറയുന്ന സെല്ലിൽ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ അത് ട്രിം ചെയ്ത് തന്നു, അനാവശ്യമായിട്ടുള്ള സ്പേസുകളൊക്കെ ഒഴിവാക്കിയിട്ട് തന്നു. ഇനി നമുക്ക് ഈ ട്രിം ചെയ്തിട്ടുള്ള എക്സൽ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തതിൻ്റെ നമുക്ക് ലെങ്ത് കണ്ടെത്തി നോക്കാം. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 5 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അനാവശ്യമായിട്ടുള്ള ആ ഒരു സ്പേസ് ട്രിം ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു തന്നു? ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് ഡാറ്റ കൺവേർട്ട് ചെയ്ത് തന്നു. സോ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് പരിചയപ്പെട്ടു? ലെഫ്റ്റ് പരിചയപ്പെട്ടു, റൈറ്റ് പരിചയപ്പെട്ടു, കോൺകാറ്റനേറ്റ് പരിചയപ്പെട്ടു, ലെന്ന് പരിചയപ്പെട്ടു, ലോവർ, അപ്പർ, പ്രോപ്പർ, ട്രിം, ലെന്ന്. ഓക്കെ, ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ എക്സസൈസിലേക്ക് പോവാം. എക്സലുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സസൈസിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റ സെറ്റിൽ ID ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? ഫുൾ നെയിമും കണ്ടെത്തണം, ന്യൂ IDയും കണ്ടെത്തണം. ഫുൾ നെയിം വരേണ്ടത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഫുൾ നെയിം വരേണ്ടത് ശ്രീരാഗ് ഭക്തപ്രിയ എന്നാണ്, രണ്ടാമത്തത് ലാൽ ജോസ് എന്നാണ് വരേണ്ടത് ഫുൾ നെയിം. ഇനി ID എന്നുള്ളിടത്ത് ഇപ്പോൾ ശ്രീരാഗിൻ്റെ ID 100 ആണ്. ഇപ്പോൾ ന്യൂ ID എന്നുള്ളിടത്ത് LN 100 എന്ന് വരണം, LN 100 എന്ന് വരണം. അതുപോലെ തൊട്ട് താഴെ ലാൽ ജോസിൻ്റെ ID LN 101 എന്ന് വരണം. അപ്പോൾ ന്യൂ ഐഡിയിൽ നിന്നും ന്യൂ ഐഡിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഐഡിൻ്റെയും മുന്നിൽ LN എന്ന് പറയുന്ന 2 ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് വരണം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ കോൺകാറ്റനേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്? ഞാൻ ഫുൾ നെയിം എങ്ങനെ കണ്ടെത്തി തരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സീക്വൽ ടു കോൺകാറ്റനേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഫുൾ നെയിം ശ്രീരാഗ് ഭക്തപ്രിയ എന്ന് കിട്ടും. എനിക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെയൊക്കെ ഫുൾ നെയിം എനിക്ക് എന്ത് ചെയ്യും? എക്സൽ ഫൈൻഡ് ചെയ്ത് തരും. ഇനി നോക്കിയേ, ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രീരാഗ് കഴിഞ്ഞിട്ടൊരു സ്പേസ് കഴിഞ്ഞിട്ടല്ല ഭക്തപ്രിയ ഉള്ളത്, അടുപ്പിച്ചിട്ടാണല്ലോ അല്ലേ? അതുപോലെ ലാൽ ജോസിലെ ലാൽ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ? ജോസ് വരാനും. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഈ കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചില ആൾട്ടറേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ ആ സ്പേസ് കൊണ്ടുവരിക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ B2 ഫസ്റ്റ് നെയിം കിടക്കുന്ന B2 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കോമ എടുത്തതിന് ശേഷം ഒരു ഡബിൾ ടേക്ക് കോമ കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക, ഡബിൾ ടേക്ക് കോമ ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ നോക്കിയേ ശ്രീരാഗ് ഭക്തപ്രിയത്തിന് എന്ത് വന്നിട്ടുണ്ട്? സ്പേസ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ലാൽ ജോസ് കഴിഞ്ഞിട്ട് ലാൽ കഴിഞ്ഞിട്ട് ഒരു ജോസ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ജോസ് വന്നത്. മോഹൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ലാൽ വന്നത്. ഇനി ഞാൻ ആ സ്പേസ് വരാനുള്ള കാരണം എന്താ? ആദ്യത്തെ സെൽ റെഫറൻസ് സെലക്ട് ചെയ്തതിന് ശേഷം കോമട്ട് കൊടുത്തിട്ട് ഞാൻ ഡബിൾ ടു കോമയിൽ ഒരു സ്പേസ് കൊടുത്തു. ഞാൻ ആ സ്പേസിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ മാറ്റം ശ്രദ്ധിച്ചോളൂ. നോക്കിയേ, ശ്രീരാഗ് കഴിഞ്ഞിട്ട് കുറേ സ്പേസ് കഴിഞ്ഞിട്ടാണ് ഭക്തപ്രിയം വരുന്നത് അല്ലേ? ഇനി ഞാൻ ആ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളവരതൊക്കെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും.
അപ്പോൾ എക്സിൽ ആ സ്പേസ് ആയിട്ട് എന്തിനാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഡബിൾ ടെക് കോമയിൽ കൊടുത്തിരിക്കുന്ന ആ സ്പേസ് ആണ് ആ രണ്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തമ്മിലുള്ള സ്പേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്പേസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ എനിക്ക് എന്ത് ചെയ്യും? ഡാറ്റ എനിക്ക് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫുൾ നെയിം കണ്ടെത്തി. ഇനി നമ്മൾ ന്യൂ ഐ ഡി കണ്ടെത്തണം. ന്യൂ ഐ ഡി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. സീക്വൽ ടു കോൺകാറ്റനേറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പിന്നെ നമ്മൾ ഡബിൾ ടെക് കോമയിൽ LN എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡബിൾ ടെക് കോമ ക്ലോസ് ചെയ്യുക. നമുക്കറിയാം നമ്മളൊരു ഫംഗ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റ് എക്സലിൽ റീഡ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ ഡബിൾ ടെക് കോമയിൽ കൊടുക്കണം. ഓക്കെ, ഇനി കോമ കൊടുക്കുക, ടെക്സ്റ്റ് 2 സെലക്ട് ചെയ്യുക, 100 എന്ന് സെലക്ട് ചെയ്യുക, 100 എന്ന് കിടക്കുന്ന ഡാറ്റ കിടക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക, A2 എന്ന് പറഞ്ഞ സെല്ലിലുള്ളത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നോക്കിയേ LN 100 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് താഴത്തോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ LN 101, LN 102, LN 103, LN 104 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. അടുത്ത ഇല്ലുസ്ട്രേഷനിൽ എന്താണ്? ഇതേപോലെ തന്നെ ഫുൾ നെയിം കണ്ടെത്തണം, ന്യൂ ഐ ഡി കണ്ടെത്തണം, ലെൻ കണ്ടെത്തണം, ലെഫ്റ്റ് കണ്ടെത്തണം, റൈറ്റ് കണ്ടെത്തണം. ഓക്കെ, എനിക്ക് ഫുൾ നെയിം എങ്ങനെ കോൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കണ്ടെത്തേണ്ടത് അല്ലേ? ഇപ്പോൾ സീക്വൽ ടു കോൺകാറ്റനേറ്റ് ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഭക്തപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ടെക് കോമ കൊടുക്കുക, സ്പേസ് കൊടുക്കുക, ഡബിൾ ടെക് കോമ ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക? ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഫുൾ നെയിം നമുക്ക് എന്ത് ചെയ്യും? എക്സൽ കണ്ടെത്തി തരും. ഓക്കെ, ഇനി ന്യൂ ഐ ഡി നമുക്ക് കണ്ടെത്തണം അല്ലേ? ന്യൂ ഐ ഡി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സീക്വൽ ടു കോൺകാറ്റനേറ്റിന് കൊടുക്കാം, കോൺകാറ്റനേറ്റ് കൊടുക്കുക, ഡബിൾ ടെക് കോമയിൽ LN എന്ന് കൊടുക്കാം, LN ഡബിൾ ടെക് കോമ ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക, 100 എന്ന് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ LN 100 എന്ന് പറഞ്ഞിട്ട് ന്യൂ ഐ ഡി കിട്ടി. ഈ ബാക്കിയുള്ളവരതൊക്കെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ലെൻ ആണ്. ഓക്കെ, ലെൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണത് ലെൻ. ഇവിടെ ന്യൂ ഐ ഡി നോക്കിയാൽ 1, 2, 3, 4, 5 ആണ് അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലെൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് എനിക്കിവിടെ ലെൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ന്യൂ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടും? 5 എന്ന് റിസൾട്ട് കിട്ടും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ റിസൾട്ട് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റിൽ നിന്നും നിശ്ചിത ലെറ്റേഴ്സ് ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണത് ലെഫ്റ്റ്. ഇപ്പോൾ എനിക്ക് ന്യൂ ഐ ഡിയിൽ LN മാത്രമേ എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ സീക്വൽ ടു ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, അടുത്ത പാരാമീറ്റർ നമ്പർ ക്യാരക്ടേഴ്സ് ആണ്, LN എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമ്പർ ക്യാരക്ടേഴ്സിന് കൊടുത്ത് 2 എന്ന് കൊടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? LN എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്തു? ഫിൽട്ടർ ചെയ്ത് ടെക്സ്റ്റിൽ തരും. എനിക്ക് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് LN ഒഴിവാക്കിയിട്ട് ആ ഡിജിറ്റ് മാത്രം എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടണം. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്? സീക്വൽ ടു റൈറ്റ്. ഞാൻ എന്ത് കൊടുക്കും? സീക്വൽ ടു റൈറ്റ് എന്ന് കൊടുക്കും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ന്യൂ ഐ ഡി സെലക്ട് ചെയ്യും, കോമ കൊടുക്കും, നമ്പർ ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്ത് ഞാൻ എന്ത് കൊടുക്കും? 3 കൊടുക്കും. കാരണം 100ന് 3 അക്കങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ 3 കൊടുക്കും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ കീ അടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഓട്ടോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ LN ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമ്പർ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് എന്ത് ചെയ്യും? എക്സൽ ഫിൽട്ടർ ചെയ്തിട്ട് തരും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ലെഫ്റ്റ് പരിചയപ്പെട്ടു, റൈറ്റ്, പിന്നെ കോൺകാറ്റനേറ്റ്, ലെൻ, ലോവർ, അപ്പർ, പ്രോപ്പർ, ട്രിം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.